നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാട്ടാന ചെരിഞ്ഞതിൽ വലിയ പ്രതിഷേധമുയരുമ്പോൾ ചില വസ്തുതകൾ കൂടി പുറത്തേക്ക്. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടേണ്ടത് എങ്ങനെയെന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിൽ ഈ നിയമങ്ങൾ പലതും ലംഘിക്കപ്പെട്ടു. ഇതോടെ വനം വകുപ്പ് പ്രതിക്കൂട്ടിലാകുന്നു. ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പാളിച്ചകളും അവയിൽ വനം വകുപ്പിന്റെ വിശദീകരണവും നോക്കാം. മയക്കുവെടി വെച്ച ശേഷം കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിയില്ല. വനംവകുപ്പിന്റെ വിശദീകരണം: നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് കാട്ടാന പെട്ടെന്ന് മയക്കം വിടാം എന്നത് കണക്കിലെടുത്താണ് കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടുന്നത്. തണ്ണീർക്കൊമ്പന് ആദ്യം മയക്കുവെടി വെക്കുന്നത് വൈകിട്ട് 5:30 ആന മയങ്ങി തുടങ്ങുമ്പോഴേക്കും ഇരുട്ട് വീണിരുന്നു. രാത്രി 9 കുങ്കിയാനകൾക്ക് കൈകാര്യം ചെയ്യാവുന്ന തരത്തിൽ ചലനം പൂർണ്ണമായും അവസാനിപ്പിച്ച് തണ്ണീർക്കൊമ്പൻ നിയന്ത്രണത്തിലായത്. തണ്ണീർക്കൊമ്പന് ദേഹം തണുപ്പിക്കാൻ വെള്ളം തളിച്ചില്ല. കുടിക്കാനുള്ള വെള്ളം പോലും ഉറപ്പാക്കിയില്ല. പൊരിവെയിലത്ത് നിലയുറപ്പിച്ചത് മൂലമുള്ള നിർജ്ജലീകരണം തണ്ണീർക്കൊമ്പന്റെ അവസ്ഥ പരിതാപകരമാക്കി. ഇതിനുള്ള വിശദീകരണം നൽകുന്നത്: നിന്നിരുന്ന ചതുപ്പിലെ ചെളിയും മണ്ണും കൊണ്ട് തണ്ണീർക്കൊമ്പൻ സ്വയം ദേഹം തണുപ്പിക്കുന്നുണ്ടായിരുന്നു. ചൂടുകൊണ്ട് ചലനം നിലയ്ക്കുമെന്നോ വെയിൽ ചൂടേറ്റ് ആന കൂടുതൽ അവശനാകുമെന്നോ ഉള്ള അവസ്ഥയിൽ മാത്രമേ വെള്ളം തളിക്കേണ്ടതുള്ളൂ. സ്ഥലത്ത് വെറ്റിനറി ഡോക്ടർ ഉണ്ടായിട്ടും മയക്കുവെടി വെച്ചത് മറ്റൊരു ജീവനക്കാരനാണ്. ഇതിന് വനം വകുപ്പിന്റെ വിശദീകരണം ഇങ്ങനെയാണ്: ആനയുടെ ആരോഗ്യസ്ഥിതിയും മറ്റ് സാഹചര്യങ്ങളും വിലയിരുത്തി മരുന്നിന്റെ ഡോസ് നിശ്ചയിച്ചു കൊടുക്കുക എന്നതാണ് വെറ്റിനറി ഡോക്ടറുടെ പ്രധാന ചുമതല. ഉന്നമുള്ള ആർക്കും മയക്കുവെടി വെക്കാം. ആനയെ ലോറിയിലേക്ക് കയറ്റുമ്പോഴുണ്ടായേക്കാവുന്ന ഗുരുതര പരിക്കുകൾ അവഗണിച്ചു. ഇതിന് വനം വകുപ്പിന്റെ വിശദീകരണം: ആനയെ എത്രയും വേഗം ജനവാസ മേഖലയിൽ നിന്ന് സുരക്ഷിതമായി മാറ്റുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. 5:30 മയക്കുവെടി വെച്ച ശേഷം രാത്രി 10:30 തണ്ണീർക്കൊമ്പനെ ലോറിയിൽ കയറ്റാനായത്. ഇതിന് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം: ആനയെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയ ശേഷം 3/4 മണിക്കൂറിനുള്ളിൽ ലോറിയിൽ കയറ്റിയിട്ടുണ്ടെന്നാണ്. എന്നാൽ വനം വകുപ്പ് നൽകുന്ന ഈ വിശദീകരണങ്ങൾ ഒട്ടും തൃപ്തികരമല്ല. കാരണം മണിക്കൂറുകളോളം തണ്ണീർക്കൊമ്പൻ വെള്ളം കുടിക്കാതെ നിന്നിരുന്നു. ഇത് ഇതിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കി എന്നതാണ് വസ്തുത. ഇതിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഒരു ആനയോട് ഇത്രയും ക്രൂരത കാട്ടാൻ പാടുണ്ടോ? ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഇനിയും വെച്ചുപൊറുപ്പിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഇതിന്റെ കൂടെ മറ്റൊരു വലിയ ആരോപണം ശക്തമാകുന്നത്: ആനയ്ക്ക് റേഡിയോ കോളർ നൽകുന്നത് അവയുടെ സഞ്ചാരപാത നിരീക്ഷിക്കുന്നതിനാണ്. ജനവാസ മേഖലയിലേക്ക് കടക്കാനുള്ള ശ്രമം തടയുകയാണ് ഇതിന്റെ ലക്ഷ്യം. എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന വലിയൊരു ചോദ്യമാണ് ഉയരുന്നത്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ റേഡിയോ കോളർ കഴുത്തിലിട്ട് തണ്ണീർക്കൊമ്പൻ കേരളത്തിലെത്തി. റേഡിയോ കോളർ എന്നത് രാജ്യാന്തര ഉൽപ്പന്നമാണ്. അത് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നത് ഒരു ഏജൻസിയാണ്. അവർക്ക് ഒരു റേഡിയോ കോളർ വിറ്റാൽ 5 ലക്ഷം രൂപ വരെ കമ്മീഷനായി ലഭിക്കും. അതിനാൽ ഇവർ NGOയെ ലക്ഷ്യം വെച്ച് ക്യാമ്പയിൻ തുടങ്ങും. കാട്ടാന ശല്യത്തിനെതിരെ NGO പരാതി നൽകുകയും ആനകൾക്ക് റേഡിയോ കോളർ നൽകുകയും ചെയ്യുന്നു. അരിക്കൊമ്പന്റെ കാര്യത്തിലും ഇതാണ് സംഭവിച്ചത്. അരിക്കൊമ്പൻ ദൗത്യത്തിനായി 3 അംഗ കമ്മീഷനെ വെച്ചിരുന്നു. അതിൽ ഒരംഗം റേഡിയോ കോളർ ഹോൾസെയിൽ ബിസിനസ്സുകാരനാണ്. കോടതിയിൽ പണം മുടക്കിയാലും കുഴപ്പമില്ല. നാട്ടിൽ പിടിക്കുന്ന കാട്ടാനകളെ റേഡിയോ കോളർ ധരിപ്പിച്ച് കാട്ടിലേക്ക് വിട്ടാൽ മാത്രമേ ബിസിനസ് നടക്കുകയുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യമെന്ന വാദം ശക്തമാകുന്നു. റേഡിയോ കോളർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്നതും മറ്റൊരു ചോദ്യമാണ്. ആനകൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? അരിക്കൊമ്പനെ ലക്ഷങ്ങൾ വിലയുള്ള റേഡിയോ കോളറിട്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്ക് വിട്ടു. എന്നിട്ട് അവൻ എത്തിയത് എവിടെ? തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ. അപ്പോൾ പിന്നെ ഇതിന്റെ ഗുണം എന്താണ്? കർണാടക, ബംഗാൾ എന്നിവിടങ്ങളിൽ നിരവധി ആനകൾക്കും റേഡിയോ കോളർ ധരിപ്പിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കടക്കുന്നു എന്ന സിഗ്നൽ വഴി അറിഞ്ഞ് ആനയെ തടഞ്ഞ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ മാസവും റേഡിയോ കോളറിന് മെയിൻ്റനൻസ് ഫീസ് സർക്കാർ നൽകണം. ഇത് ചെറിയ തുകയല്ല. ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടക്കുന്നുമുണ്ട്. റേഡിയോ കോളർ എന്നത് തട്ടിപ്പാണെന്ന് പഠനം നടത്തിയവരിൽ ചിലർ വ്യക്തമാക്കുന്നു. എന്തായാലും തണ്ണീർക്കൊമ്പൻ വിഷയത്തിൽ വലിയ പിഴവാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഒരു കൂട്ടർ മുറവിളി ഉയർത്തുകയാണ്.